ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗായ്സ്, നമ്മുടെ ചാനലിൽ വളരെ യൂസ്ഫുള്ളായുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഗായ്സ്, എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം. പുതിയ ബിഗിനിങ് യൂട്യൂബ് ചാനലായതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടനാണ് എനാബിൾ ചെയ്യുക. ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മളെന്നുള്ളത് ടി വി എസ് ജൂപ്പിറ്റർ 2021 മോഡലായ ടോപ്പ് എൻഡ് വേരിയൻ്റ് ZX ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, ഈ വണ്ടി എല്ലാവരും കണ്ടുപരിച്ചുള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 അതല്ല നമ്പർ 2 സെയിലിങ്ങിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കപ്പെട്ട ഒരു വണ്ടിയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ജപ്പാനീസ് കമ്പനിയായ ഹോണ്ട, സുസുക്കിൻ്റെ ഒപ്പം ഒക്കെ മുട്ടി നിൽക്കണമെങ്കിൽ അത്രയും ഒരു ബീസ് വണ്ടി തന്നെ ആയിരിക്കണമല്ലോ ഇതും. അപ്പോൾ ഇന്ത്യൻ ടെക്നോളജികൾ മാത്രം യൂസ് ചെയ്തിട്ട് നിർമ്മിക്കുന്ന ഒരു ടി വി എസ് വാഹനത്തിൻ്റെ ഒരു ടോപ്പ് സെല്ലിംഗ് മോഡലായ ഈ ഒരു ജൂപ്പിറ്റർ, ഈ വണ്ടി ഇന്ത്യക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി എത്രക്കും ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്, ജപ്പാനീസ് വണ്ടികളുമായിട്ട് മുട്ടി നിൽക്കാൻ കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയണമായിരിക്കും. അപ്പോൾ ഇത് ഒരു 2021 മോഡലാണ്. 110cc വരുന്ന ഫുൾ ഓപ്ഷനാണ്. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടി എല്ലാവർക്കും കണ്ടുപരിചയമുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ലുക്ക് വൈസ് കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടിനെ ഡീറ്റെയിൽ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് എത്ര മൈലേജ് കിട്ടും, ഈ വണ്ടി എത്ര കംഫർട്ടബിളാണ്. അപ്പോൾ ഞാനിത് ലോങ് റൈഡും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ കസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഈ വണ്ടി ഞാൻ ഇടക്കും തലക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഭയങ്കര മിനിമലായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ടി വി എസ് ഇതിന് നൽകിയിട്ടുള്ളത്. 110cc വരുന്ന ഈ ഒരു ടി വി എസ് ജൂപ്പിറ്റർ 2021 എതിരാളികളായിട്ട് വരുന്നത് ഹോണ്ട ആക്റ്റീവയും ആക്സിസ് 125 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനൊക്കെ കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് കൂടുതലാണ്. ഗൈസ്, എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത് 2014 മോഡലായ ടി വി എസ് വിഗോ ആയിരുന്നു. അപ്പോൾ അത് ഓടിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്കൂട്ടിയായിരുന്നു. അപ്പോൾ വെയിറ്റ് വളരെ കുറവായിരുന്നു ആ വണ്ടിക്ക്. അപ്പോൾ ടി വി എസിൻ്റെ വണ്ടികൾ അന്ന് തന്നെ ഞാൻ ഓടിച്ച് എനിക്ക് പരിചയമുള്ളൊരു വണ്ടികളാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ടി വി എസിൻ്റെ ബൈക്ക് എന്താ വെച്ചാൽ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റൊക്കെ വളരെ തുച്ഛമായ റേറ്റിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വളരെ എൻജിൻ ഭാഗത്തു നിന്ന് വരാൻ ചാൻസ് കുറവാണ്. റീസെയിൽ വാല്യൂ കുറച്ച് കുറവാണെങ്കിലും വണ്ടിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളും അതേപോലെ എൻജിനൊക്കെ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻസാണ് ഇതിന്. അപ്പോൾ ജപ്പാനീസ് വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ റോഡിൽ അധികം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സ്കൂട്ടറായ ആക്റ്റീവ് ആണെങ്കിലും ഹോണ്ട ആണെങ്കിലൊക്കെ ജപ്പാനീസ് വണ്ടികളാണ്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഫ്രണ്ടിൽ വരുന്നത് ഒരു ഹെഡ്ലൈറ്റ്, LED ഹെഡ്ലൈറ്റാണ്. നല്ല വിഷൻ തരുന്നുണ്ട്, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സൈഡിലെ എന്താ പറയുക മിറേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് ഫൈബറിൽ ക്രോം ഫിനിഷിങ് വരുന്നതാണ്. അപ്പോൾ ടി വി എസിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ ഭയങ്കര മിനിമലായിട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു രീതിയിലാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് തന്നെ കേട്ടോ. മൊത്തത്തിലൊരു ക്യൂട്ടി വണ്ടിയാണ്. വണ്ടി പുറത്തുനിന്ന് ലുക്ക് വൈസ് ഒക്കെ ആണെങ്കിലൊക്കെ നല്ലൊരു ലുക്ക് തന്നെ വണ്ടിയുണ്ട്. പിന്നെ ഏറെക്കുറെ എല്ലാ സ്കൂട്ടികളും എനിക്ക് കാണുമ്പോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്താണ് പറയുക, ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ലുക്കിൽ തന്നെയാണ് ടി വി എസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും അതേപോലെ ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം വിഷൻ തരുന്നൊരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇത് ടോപ്പ് എൻഡ് മോഡലായതുകൊണ്ട് നമുക്കിതിന് ഡിസ്ക്കും അതേപോലെ തന്നെ അലോയ് വീല് 12 ഇഞ്ചിൻ്റെ അലോയ് വീലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കമ്പനി ടയർ തന്നെയാണ് ടി വി എസിൻ്റെ. അത്ര നല്ലൊരു ടയറൊന്നുമല്ല, നമുക്ക് വേറൊരു ടയർ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി റൈഡിങ് കംഫോർട്ട് കൂടും. അപ്പോൾ എനിക്ക് ആ ടയർ അത്ര മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ടയേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളെ റൈഡും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. കോർണർ ചെയ്യുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡാർക്ക് ഫിനിഷിങ്ങിൽ ഓഫ് വൈറ്റ് കളറായിട്ട് ഡുവൽ കളറായിട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി എന്ന് വെച്ചാൽ ഫൈബർ പാർട്സൊക്കെ ഒന്നുകൂടി എനിക്ക് മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫൈബർ പാർട്സൊക്കെ ഒന്നുകൂടി ബെസ്റ്റ്, ഒരു നല്ലൊരു രീതിയിലായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയിലും കൊടുക്കുന്ന പോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സ്വിച്ചസും കാര്യങ്ങൾ തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ വേറെ കളർ ഫെയ്ഡ് ആവുന്ന ഒരു രൂപത്തിലല്ല, കുറച്ചും കൂടി ഒരു വൈറ്റ് ഫിനിഷിൽ, അതായത് ഓഫ് വൈറ്റ് കളറിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഒരു ഫൈബർ പാർട്സൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഈ വണ്ടിയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ ആവുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹാഫ് ഡിജിറ്റലും പിന്നെ എന്താണ് പറയുക അനലോഗമായിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് ഈ വണ്ടിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ എന്താ പറയുക മിറേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിഷൻ തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓടിച്ച് നോക്കുന്ന ടൈമിൽ നമുക്ക് വിഷൻ തരുന്നൊരു മിറേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ വണ്ടിയിൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ലെഗ് സ്പേസ് ആണ്. നല്ലൊരു ലെഗ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ഹുക്കാണ്ട് ഒരു 3 കിലോ വരെ നമുക്ക് ഇതിൽ തൂക്കാൻ പറ്റും. സാധാരണ നമ്മളെ മലയാളീസ് എല്ലാവരും ലഗേജും സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സ്കൂട്ടി യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ലൊരു ലഗേജും കാര്യങ്ങൾ തന്നെ ഇരിക്കും. പിന്നെ കാലൊക്കെ നല്ല വലിച്ചു കിട്ടിയിരിക്കാം. അപ്പോൾ
ഇപ്പോൾ പില്യണിലാണെങ്കിലും പില്യൺ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുക, നല്ല അത്യാവശ്യം തടിയും അതേപോലെ വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ രണ്ടാൾക്ക് സുഖമായിട്ട് ഈ വണ്ടിയിലിരിക്കാം. എന്താ പറയുക, റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പക്കയാണ് കേട്ടോ. അപ്പോൾ പില്യണ് കയറിയിരിക്കാൻ പറ്റിയ സ്റ്റെപ്പും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. പിന്നെ കിക്കേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ മോഡൽ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ജുപ്പിറ്ററിൽ കിക്കറും സെൽഫ് സ്റ്റാർട്ടും വരുന്നത്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിനെ കുറിച്ച് പറയുള്ളത്, അത്യാവശ്യം നല്ലൊരു സെൽഫ് സ്റ്റാർട്ട് മെഷീൻ തന്നെ ഈ വണ്ടിക്ക് ഉണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. ആക്സസിലൊക്കെ കണ്ടുവരുന്ന പോലെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുന്ന ഒരു സെൽഫ് സ്റ്റാർട്ടും കാര്യങ്ങളൊന്നും നല്ലതിൽ വരുന്നത്. ഇപ്പോൾ ബാക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ എന്താണ് പറയുക, ബ്രേക്ക് ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ബാക്കിൽ ഓടിക്കുന്ന ഡ്രൈവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇൻഡിക്കേഷൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരിക്കലും കാണാതെ പോകുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ബ്രേക്ക് ലൈറ്റും നല്ലതിൽ കൊടുത്തുള്ളത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സേഫായിട്ട് റൈഡ് ചെയ്യാം. ഇപ്പോൾ ജുപ്പിറ്റർ ZX എന്നുള്ളൊരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. അപ്പോൾ സൈലൻസറിൻ്റെ മേലെ ഒരു ചെറിയ ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടീൻ്റെ സീറ്റിൻ്റെ അടിയിലുള്ള സ്പേസ് നോക്കാം. അവർക്ക് ചാവിയിൽ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്ത ബാക്കിൽ തുറക്കാനുള്ള ഓപ്ഷൻസ് ഫ്യൂവലിൻ്റെ എല്ലായിട്ടും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഇതിലുണ്ട്. ഹെൽമെറ്റും കുറച്ച് സംഭവങ്ങളൊക്കെ കൊള്ളും. പിന്നെ ഒരു ചെറിയ ലൈറ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് വിഷയനായിട്ട് തുറക്കുമ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരു USB ചാർജിങ് പോർട്ട് ഇതിൽ അവൈലബിൾ ആണ്. അത് നല്ലൊരു അഡ്വൈസ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ ആ ഒരു ഹോൾഡറിൽ വെച്ചിട്ട് ഇതിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ എല്ലാ വണ്ടിയിലുള്ള ഫ്യൂച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലും അത് അവൈലബിൾ ആണ്. ഇത് 2021 വണ്ടിയാണെങ്കിലും നമുക്ക് അന്നത്തെ കാലത്ത് ഇത് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഞാനിത് നമുക്ക് കയറി ഇരുന്നിട്ടൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഹൈറ്റ് തന്നെ 169 170 ഏകദേശം 5 അടി 7 ഇഞ്ച്. അപ്പോൾ എനിക്കിത് ഫുൾ ഫീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കാലും കാര്യങ്ങളൊക്കെ കംഫോർട്ടബിളായിട്ട് ഇരിക്കാനും റൈഡിങ് പൊസിഷനൊക്കെ എനിക്ക് പക്കയാണ്. അപ്പോൾ എൻ്റെ കാല് ഇതിൽ വെച്ചാൽ അങ്ങോട്ട് മുട്ടണ രീതിയിലൊന്നല്ല. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ എനിക്ക് വണ്ടി ഓടിച്ചതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വണ്ടി കേട്ടോ. അപ്പോൾ TVSൻ്റെ സ്കൂട്ടേഴ്സ് ആണല്ലോ, ജപ്പാനീസ് വണ്ടികളൊക്കെ ആയിട്ട് മുട്ടി നിൽക്കുന്നുണ്ട്. ഏകദേശം 50-52 കിലോമീറ്റർ മൈലേജൊക്കെ നമുക്ക് ഈ വണ്ടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇത്രയും ഒരു കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡിലൂടെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും നമ്മളെ വണ്ടി എന്താണ് പറയുക, ഭയങ്കര വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ എൻജിൻ സൈഡ് വളരെ കുറവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ വണ്ടി നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുന്ന പോലെ തോന്നും. അപ്പോൾ ഇതിൻ്റെ ക്രൂസിങ് സ്പീഡ് എന്ന് പറയുമ്പോൾ 60 to 70 അപ്പോൾ ഈ ഒരു റോഡിലോട്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു സ്പീഡിൽ ഓടിച്ച് കണ്ടു കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ പ്രത്യേകത, അതായത് ഇതിൻ്റെ ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷനാണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡ് സസ്പെൻഷനാണ്, ഒട്ടും സ്റ്റിഫറല്ല. അപ്പോൾ TVSൻ്റെ ജുപ്പിറ്റർ ഒരു കംഫോർട്ടബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഒരിക്കലും ഒരു എന്താ പറയുക, നമ്മളെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കൊന്നും അല്ല. അപ്പോൾ നമ്മൾ ഇതൊരു ഫാമിലി യൂസിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര കംഫോർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിനും ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരാൾക്കാരാണെങ്കിലും കുറച്ച് ഒരു വുമൻസ് ആണെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിലൊക്കെ ഭയങ്കര കംഫോർട്ടബിളായിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കും ഈ ബൈക്ക്. അത്രമാത്രം ഒരു പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയൊന്നും അല്ല. നമുക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ടും അതേപോലെ ഹമ്പൊക്കെ ചാടുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, അത്രമാത്രം മേത്തേക്ക് എഫോർട്ട് എടുക്കുന്ന രീതിയിലല്ല ഇതിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ നമ്മളിത് ആക്സിലറേഷൻ കൊടുത്ത പാടനെ വണ്ടി പോവും. നമ്മൾ അത്രമാത്രം പവറൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്താണ് പറയുക, ഭയങ്കര ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിന് കുറച്ച് അത്യാവശ്യം മീഡിയം വെയിറ്റേ ഉള്ളൂ, നല്ലൊരു വെയിറ്റൊന്നും ഈ വണ്ടിക്കില്ല. അപ്പോൾ മീഡിയം വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻസൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചിരിച്ചോ അല്ലെങ്കിൽ അത് പെട്ടെന്നൊരു കുണ്ട് കാണുകയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ TVSൻ്റെ ജുപ്പിറ്ററൊക്കെ തിരഞ്ഞെടുക്കാൻ മെയിനായിട്ടുള്ള കാരണം തന്നെ ഈ സംഭവം, ഇതിൻ്റെ സസ്പെൻഷൻ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. എനിക്കും ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കോർണർ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഈ വളവിൽ കോർണർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, അപ്പോൾ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് സസ്പെൻഷൻ ആയതുകൊണ്ട് എനിക്ക് കോർണറിങ് അത്ര കംഫോർട്ടബിളായിട്ട് തോന്നിയില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, അപ്പോൾ എനിക്ക് പുതിയൊരു വണ്ടി എടുക്കാനുള്ളതാണ്, ഒരു ലോങ് റൈഡ് പോകാനുള്ളതാണ്. അപ്പോൾ ലോങ് റൈഡ് പോകാൻ പറ്റിയൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്കൂട്ടർ ഏതായിരിക്കും, അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂട്ടർ ഏതായിരിക്കും എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ 2-3 ബൈക്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സുസുക്കിൻ്റെ ബർഗ്മാൻ ഒന്നുകൂടി ലോങ് റൈഡ് കംഫോർട്ടബിൾ ആയിരിക്കും. ആക്സസ് 125, ആക്റ്റീവ 125 പോലുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ഒന്നും കൂടി ലോങ് റൈഡിന് കംഫോർട്ടബിൾ ആയിട്ടുള്ള വണ്ടികൾ അതായിരിക്കും. ഇതൊന്നും കൂടി ഈ ഒരു TVSൻ്റെ ജുപ്പിറ്റർ ഒന്നുകൂടി നമുക്ക് ലോങ് റൈഡിൽ കംഫോർട്ടബിൾ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 100-200 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഓടിച്ച ടൈമിൽ എനിക്ക്
ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, എനിക്ക് കുറച്ച് സ്ട്രെസ്സ് ഫീൽ ചെയ്ത്. കാരണം വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ഇങ്ങനെ ആടി കളിക്കില്ലേ, അപ്പോൾ നമ്മളെ മേത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല, ഇതിന് ലോങ് റൈഡ് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഒന്നുകൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി സുസുക്കി ആക്സസ് 125, ആക്റ്റീവ 125 ഒക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഏകദേശം ഒരു 125cc വരുന്ന എഞ്ചിനാണ്. ഇതൊരു 110cc വരുന്നൊരു എഞ്ചിനാണ്. അപ്പോൾ അതും ഇതും ആയിട്ട് കമ്പയർ ചെയ്യണതിൽ വലിയ ഒരു ഇതില്ല, പക്ഷേ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ലോങ് റൈഡ് പോകേണ്ടവരൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ബർഗ്മാൻ, ആക്സസ് അല്ലെങ്കിൽ ആക്റ്റീവ് 125 ഒക്കെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ലോങ് റൈഡിന് പറ്റൂല എന്നൊന്നല്ല ഞാൻ പറയുന്നത്, ഇതിലേക്ക് ഒന്നും കൂടി കംഫോർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് അത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടീൻ്റെ എഞ്ചിനാണ്. ഭയങ്കര കംഫോർട്ടബിളായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. ഇപ്പോൾ നമ്മൾ സിറ്റിയിലൊക്കെ റൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈബ്രേഷൻസും കാര്യങ്ങളും ഒട്ടും ഫീൽ ചെയ്യണില്ല. എനിക്ക് അത്രമാത്രം വൈബ്രേഷൻസ് ഒന്നും ഈ വണ്ടിയിൽ ഫീൽ ചെയ്തില്ല. പിന്നെ മീഡിയം വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ലേഡീസിനൊക്കെ ഭയങ്കര അഡ്വൈസ് ആയിരിക്കും. ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റിയ ബിഗിനർ ഫ്രണ്ട്ലി ആണ് ഈ വണ്ടി. പിന്നെ സോഫ്റ്റ്വെയർ സൈഡ് സസ്പെൻഷൻ ആവുകൊണ്ട് നമുക്ക് ഏത് ഗട്ടറിലൂടെ ഓടിച്ചു പോവുക, അതേപോലെ ചെറിയ ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഡിഫിക്കൾട്ട് അല്ലാത്ത രീതിയിൽ നമുക്ക് എടുത്തു പോകാൻ പറ്റിയൊരു എന്താണ് പറയുക വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ സെൽഫ് സ്റ്റാർട്ടിനെ കുറിച്ച് എനിക്ക് പറയുള്ളത്, സെൽഫ് മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലോങ് ടൈം നിൽക്കുന്ന ഒരു സെൽഫ് മോട്ടറാണ്. ഇപ്പോൾ സുസുക്കിയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കംപ്ലയിൻറ്റ് വരുന്ന സംഭവമാണ്. അതൊക്കെ നമുക്ക് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതൊരു അഡ്വൈസാണ്. ഇതിൻ്റെ സെൽഫ് മോട്ടറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊരു സെൽഫ് മോട്ടറാണ്. പെട്ടെന്ന് അടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമൊന്നുമില്ല. കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വളരെ കുറവാണ്. അപ്പോൾ ജൂപ്പിറ്റർ 110 അതേപോലെ ആക്സസ് 125 ആയിട്ട് കമ്പയർ ചെയ്യുന്നവർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു കംഫോർട്ടബിൾ പർപ്പസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിലുള്ള കംഫോർട്ടൊന്നും സിറ്റി റൈഡിലുള്ള കംഫോർട്ടൊന്നും നമുക്ക് ആക്സസിൽ കിട്ടില്ല. പിന്നെ എന്താണെന്ന് പറയുക വെച്ചാൽ ആക്സസൊക്കെ ഒരു പവർ പർപ്പസ് ഉള്ള ഒരു വണ്ടിയാണ്, ഇതൊരു കംഫോർട്ട് പർപ്പസ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം നമ്മൾ ഈ വണ്ടിക്ക് ഒരു 50-55 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ മൈലേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും നല്ല രീതിയിൽ പോകണമെങ്കിൽ. അപ്പോൾ ഇതിൽ എക്കോ മോഡ് പിടിച്ചു പോകണമെങ്കിൽ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു മൈലേജ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈസി മെയിൻ്റെനൻസ് ആണ്, ലോ കോസ്റ്റ് ആണ്. അപ്പോൾ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇത് ഓടിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നുമ്പോൾ പല എൻജിൻസിലും തരാത്ത രീതിയിലുള്ള ഒരു കംഫോർട്ട് നമുക്ക് റൈഡ് ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകും. ഒറ്റ റൈഡിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കരമായിട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓടിച്ചു നോക്കുക തന്നെ വേണം. അതിൻ്റെ ഒരു ഇനീഷ്യൽ പുള്ളിങ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റാണ്. വണ്ടി കൊടുത്ത പാടെ തന്നെ കയറിപ്പോവും. അത്രമാത്രം പവർ ഇല്ലെങ്കിൽ പോലും നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. എക്കോ മോഡിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മൈലേജ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പം നമ്മൾ ഫാമിലി റിലേറ്റഡ് ഒക്കെ ആയിട്ടൊരു ഫാമിലി പർപ്പസിനൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റിയത് ബെസ്റ്റ് സ്കൂട്ടർ ഇതായിരിക്കും. നല്ലൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു കണ്ണടച്ച് നമുക്ക് എടുക്കാം. വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ കിട്ടില്ല. പിന്നെ നല്ല പവർ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഒരു വണ്ടി അത്രമാത്രം പവർ ഉള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു മീഡിയം ലെവലുള്ള പവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പവറാണ് ഉദ്ദേശിക്കണമെങ്കിൽ ആപ്രില്ല, അതേപോലെ തന്നെ ബർഗ്മാൻ, ആക്സസ് 125, ആക്റ്റീവ് 125 പോലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് പിന്നെ പറയുന്നത് ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് ഒരു ആവറേജ് ബ്രേക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് വെച്ചാൽ ഒരു ആവറേജ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിയുള്ളത്. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് കുഴപ്പമില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നല്ല, ഈ ഒരു സ്കൂട്ടി സെഗ്മെൻറ്റിൽ തന്നെ ഏകദേശം എല്ലാ വണ്ടികൾക്കൊക്കെ ഏകദേശം ഒരേപോലത്തെ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് 50-50 അത്ര പറയാനുള്ളൂ. അപ്പോൾ അത്രമാത്രം കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ട് എനിക്ക് തോന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കോർണറിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കംഫോർട്ടബിൾ കുറവാണ്. എന്നാൽ പോലും നമുക്ക് സിറ്റി റൈഡിലായാലും ഗട്ടറായാലും അതേപോലെ ചെറിയ ചെറിയ റോഡിലൂടെയൊക്കെ എടുത്ത് പോകാനുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും ഗ്യാപ്പ് ടു ഗ്യാപ്പൊക്കെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് ലേഡീസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര കംഫോർട്ടബിൾ ആയിരിക്കും. നമുക്ക് കണ്ണടച്ചെടുത്ത് കൊടുക്കാൻ പറ്റിയൊരു എഞ്ചിനാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടുന്ന ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് വണ്ടി കയറിപ്പോവും. റെസ്പോൺസും കാര്യങ്ങളൊക്കെ പക്കയാണ്, അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പോവുകയാണെങ്കിലും എത്ര സ്പീഡ് പോകുമ്പോൾ നമുക്ക് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടും. അതിനൊന്നും കുറവില്ല. അപ്പോൾ നല്ല സ്പീഡിൽ ഓടിച്ചപ്പോൾ നമുക്ക് റോഡും തെന്നിപ്പോകുന്ന ഒരു ഫീലിങ്സും കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയില്ല. നല്ലൊരു ടയറും കാര്യങ്ങളും അതിൽ കൊടുക്കുക. ഇതിൽ ബേസിക് ആയിട്ടുള്ള ടയേഴ്സാണ് TVSൻ്റെ. അത് മാറ്റിയിട്ട് നിങ്ങൾ നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ടയറൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ ഹാൻഡ്ലിങ്ങും ഒക്കെ വർദ്ധിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഒരു ഫാമിലി പർപ്പസ് ആയിട്ടുള്ളൊരു സ്കൂട്ടറാണ് നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വണ്ടി ഭയങ്കര കംഫോർട്ടബിൾ ആയിരിക്കും. എടുത്തു കഴിഞ്ഞാൽ വെർത്തായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമൊന്നും പറ്റില്ല. അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവറും അതേപോലെ തന്നെ നല്ലൊരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ എന്ന് വെച്ചാൽ നല്ല ലോങ് റണ്ണിങ് എഞ്ചിനാണ്. TVSൻ്റെ ബൈക്കുകൾക്കൊന്നും അധികം കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എഞ്ചിൻ ഓയിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഈ വണ്ടി എത്ര കിലോമീറ്റർ വേണമെങ്കിലും റൺ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള TVSൻ്റെ വിഗോസൊക്കെ ഉണ്ടല്ലേ, റോഡിൽ ഇപ്പോഴും തളരാത്ത രീതിയിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറേ സ്കൂട്ടേഴ്സ് ഓടിച്ചിട്ടുള്ളതാണ്, അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് കുറവുകളൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊരു നല്ല ഫാമിലി പർപ്പസിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് അത്രമാത്രം പറയാനുള്ളൂ. ഏകദേശം 52 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ട് നിങ്ങൾ ക്ഷമിക്കണം. അടുത്ത വീഡിയോ നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സി യു നെക്സ്റ്റ് ടൈം. ബൈ.